നമസ്കാരം. ഇക്കണക്കിന് പോയാൽ കേരളത്തിൽ എങ്ങോട്ട് യാത്ര ചെയ്താലും ടോൾ നൽകേണ്ട അവസ്ഥ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലയുന്ന സംസ്ഥാന സർക്കാർ അറ്റകൈ പ്രയോഗത്തിലൂടെ ധനസമാഹരണത്തിനായി നെട്ടോട്ടം ഓടുകയാണ്. വാർത്തകളൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ 60 കിലോമീറ്ററിന് ഒരു ടോൾ എന്നതാണ് കേന്ദ്ര ദേശീയപാത അതോറിറ്റിയുടെ രീതി. അതേ രീതിയിൽ കിഫ്ബി വഴി നിർമ്മിച്ച സംസ്ഥാനത്തിലെ റോഡുകളിലും ടോൾ പിരിക്കുവാനാണ് സർക്കാരിന്റെ നീക്കം. അതായത് കിഫ്ബിയിൽ നിന്നും 50 കോടിയിൽ കൂടുതൽ രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡുകളിലായിരിക്കും ടോൾ വരിക. അത്തരത്തിൽ 150 റോഡുകൾ ഇപ്പോഴുണ്ട്. NH66 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കാരോട് വരെ 645 കിലോമീറ്റർ റോഡ് വികസനം പൂർത്തിയായി വരികയാണ്. ഈ മൊത്ത സ്ട്രെച്ചിൽ 10 ടോൾ പ്ലാസകൾ തുറക്കുവാനാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം. ഇപ്പോൾ തിരുവനന്തപുരം തിരുവല്ലത്ത് ഒരെണ്ണമുണ്ട്. അതുകൂടാതെയാണ് ഈ 10 എണ്ണം വരുന്നത്. 50 കോടിയിൽ കൂടുതൽ ചിലവിൽ നിർമ്മിച്ച കിഫ്ബി റോഡുകളിലും ടോൾ ഈടാക്കണം എന്ന നിർദ്ദേശത്തിന് തത്വത്തിൽ അംഗീകാരം നൽകിക്കഴിഞ്ഞു. ഇത് ഇനി മന്ത്രിസഭാ യോഗത്തിലും അംഗീകരിക്കപ്പെട്ടാൽ ഇത് നടപ്പിലാകും. ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാഹന നികുതി ഈടാക്കുന്നത് കേരളത്തിലാണ്. ശരാശരി 100 രൂപയ്ക്ക് മുകളിലാണ് കാറുകൾക്ക് ദേശീയപാതയിൽ ടോൾ നൽകേണ്ടി വരുന്നത്. ചരക്ക് ലോറികൾക്കാണെങ്കിൽ 500 രൂപയിലധികവും. ഇത് ഇടവിട്ട് നൽകേണ്ടി വരും. ദേശീയപാതയിലോടുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകൾക്കും ടോൾ ബാധകമാണ്. NH66 തിരുവനന്തപുരം, കൊല്ലം എന്നിവിടങ്ങളിൽ 2, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഓരോന്ന് വീതം ടോൾ പ്ലാസകളായിരിക്കും ഉണ്ടാകുക. ഇനി കിഫ്ബി റോഡുകളുടെ കാര്യം നോക്കിയാൽ 30 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തന്നെ ടോൾ ഈടാക്കും എന്നാണ് പറയുന്നത്. ടോൾ ബൂത്തുകൾക്ക് പകരം AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കും എന്നാണ് വാർത്തകളിൽ പറയുന്നത്. ഇതിന്റെ കരട് രൂപം തയ്യാറായാൽ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച് ഓർഡിനൻസ് രൂപത്തിലെങ്കിലും നിയമ ഭേദഗതി കൊണ്ടുവരുവാനാണ് ആലോചിക്കുന്നത്. നേരത്തെ കിഫ്ബിയിൽ ടോൾ പിരിക്കില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. 1ാം പിണറായി സർക്കാർ കാലത്ത് ടോൾ പൂർണ്ണമായി നിർത്തിയിരുന്നു. ഇപ്പോൾ ചർച്ചയിലാണെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ ഏതെങ്കിലും റോഡുകളിൽ ഉടനെ ഇത് പ്രതീക്ഷിക്കാം എന്ന അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ദേശീയപാതയേക്കാൾ കുറഞ്ഞ തുകയായിരിക്കും മിക്കവാറും ഉണ്ടാകുക. ഏതൊക്കെ റോഡുകളിലായിരിക്കും ടോൾ വരിക എന്നത് ഇനി വരുന്ന നാളുകളിൽ അറിയാം. കിഫ്ബി ധനസഹായത്തോടെ പൂർത്തിയായ 50ഓളം റോഡുകളുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ 511 പദ്ധതികളാണ് കിഫ്ബി വഴി നടപ്പിലാക്കുന്നത്. ഇതിനെല്ലാം കൂടി 32,000 കോടി ചിലവിടുന്നു എന്നും പറയുന്നു. ഇങ്ങനെ ചിലവിട്ട പദ്ധതികളിൽ നിന്നും വരുമാനം ഉറപ്പാക്കുക എന്നതാണ് കിഫ്ബിയുടെ നിലപാട്. ടോൾ ബൂത്തുകൾ ഒഴിവാക്കി GPS AI ക്യാമറകൾ ഇതിനായി ഉപയോഗപ്പെടുത്തുമോ എന്നതാണ് അറിയേണ്ടത്. കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കുവാനുള്ള നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയരുകയാണ്. ടോൾ പിരിവിനെതിരെ സമരം ചെയ്ത CPM കേരളത്തിൽ ഇത് നടപ്പാക്കുന്നതിനെതിരെയും വിമർശനം ഉയരുകയാണ്. എന്നാൽ വരുമാനത്തിനും വികസനത്തിനുമായി നയങ്ങൾ പരിഷ്കരിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന സമീപനത്തിലേക്കാണ് പാർട്ടി മാറുന്നത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിലെ കേന്ദ്ര ഉപരോധം കിഫ്ബി വായ്പകൾക്ക് തടസ്സമാകുന്നു എന്ന് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ അവസ്ഥയിലാണ് ഇത്തരത്തിൽ കിഫ്ബി അവരുടെ പദ്ധതികളിൽ നിന്ന് വരുമാനമുണ്ടാക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ ഘടകകക്ഷികളുടെ സഹകരണം നേടുക എന്നതും സർക്കാരിന് മറ്റൊരു കടമ്പയായി മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് മന്ത്രിസഭാ തീരുമാനമാണ് ഇനി വരേണ്ടത്. ഘടകകക്ഷികളുമായി ചർച്ച ചെയ്ത് കിഫ്ബി പദ്ധതികളുടെ പണം തിരികെ പിടിക്കുന്നതിൽ സമവായമുണ്ടാകും എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രസ്താവിച്ചിരിക്കുകയാണ്. എന്നാൽ സർക്കാർ ടോൾ പിരിച്ചാൽ തടയുമെന്നും സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും കിഫ്ബി ബാധ്യതയാകും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതായും പ്രതിപക്ഷ നേതാവും പ്രസ്താവിച്ചിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ടോൾ പിരിവ് വിഷയം ചൂടുപിടിക്കുകയാണ്. സർക്കാർ ഇതിൽ നിന്നും പിന്നോട്ട് പോകുമോ അതോ ഇത് നടപ്പാക്കുമോ എന്നതാണ് ഇനി കാണേണ്ടത്. നടപ്പിലാക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾക്ക് പുതിയൊരു അവസരം കൂടി ഉണ്ടാകും. പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കാം. ഫോളോ ചെയ്യുക, ലൈക്ക്, കമന്റ് എന്നിവയൊക്കെ നൽകുക.